എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ലൈവ് ഇരുന്ന് കാണുന്നത്. എപ്പിസോഡ്സ് ഞാൻ കാണാറുണ്ട്, എന്ന് കരുതി ലൈവ് ഞാൻ ആദ്യമായിട്ട് കാണാൻ മെയിൻ കാരണം നമ്മുടെ രേണു ചേച്ചിയാണ്. രേണു ചേച്ചി പോയതിന് ശേഷം പിന്നെ നെവിനായി, നെവിൽ നിന്ന് അനീഷായി, അനീഷിൽ നിന്ന് ഷാനവാസായി. അനുമോൾ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ, എനിക്ക് ആദ്യമൊക്കെ അനുമോളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ ബിഗ് ബോസിൽ കയറിയതിന് ശേഷം ആദ്യമൊക്കെ കുറച്ച് എന്താ പറയുക, തെറ്റിദ്ധാരണകളല്ല, എന്തോ എനിക്കിഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റൻ്റ് ആരാന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും പൂട്ടി പറയാതെ അനു തന്നെയാണ്. കാരണം അതിന് എത്രമാത്രം പിച്ച് ചെയ്താൽ മാത്രം അത് എന്ത് തെറ്റ് ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വരുന്നവരും പോണവരൊക്കെ അതിനിട്ട് തട്ടി കളിച്ചുകൊണ്ടിരിക്കുക. എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല. പി ആർ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഉണ്ടാവും. ആ നെഗറ്റീവ് ടൈമിൽ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക എന്നൊരു വ്യക്തിയാണ് നമ്മൾ പി ആർ എന്ന് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കണേ. ഇതിനും കൂടുതൽ പി ആറുകൾക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. വോട്ട് ചെയ്യാൻ പി ആറുകൾക്ക് ഒരു പരിധിയൊക്കെ ഉണ്ടാവില്ല. അതിനും കൂടുതൽ വോട്ട് ചെയ്ത് ജയിപ്പിക്കാന്ന് പറയുന്നത് നടക്കുന്ന കേസൊന്നുമല്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ പി ആർ ഇല്ലാത്ത ആരാളെന്ന് ചോദിച്ചാൽ നമുക്ക് പോലും അറിയില്ല. കാരണം മിക്കവർക്കും പി ആർ ഉണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന ഓരോ ന്യൂസിലും നമ്മൾ കേൾക്കുന്നത്. മിക്കവർക്കും പി ആർ ഉണ്ട്. സോ അനുമോളെ മാത്രം ഇങ്ങനെ ഇട്ട് ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യം ഈ വന്നവർക്ക് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞോടാ. എന്തായാലും ഈ വന്നവരിൽ ആരെങ്കിലും ഒരാൾ അനുവിനെ എന്തെങ്കിലും ചെയ്യുമോയെന്ന് അറിയാൻ പാടില്ല. കാരണം ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കായാലും, ഇപ്പോൾ എനിക്കായാലും ഭയങ്കര ടെൻഷനാണ്. അനു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലും മറിഞ്ഞാലും വരെ എനിക്ക് ടെൻഷനാണ്. ദൈവമേ, ആ കൊച്ചിന് എന്തെങ്കിലും പറ്റിപ്പോവോ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ, എൻ്റെ ദൈവം ഇത്രയ്ക്ക് അതിനെ ദ്രോഹിക്കാൻ മാത്രം എന്താ ഉള്ളതെന്നൊന്നും നമുക്ക് അറിഞ്ഞോടാ. എൻ്റെ പിന്നെ എന്തായാലും അനു ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനീഷും കുഴപ്പമൊന്നുമില്ല, നന്നായി കളിക്കുന്നുണ്ട്, എല്ലാവരും നന്നായി കളിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നത് അനുമോൾ തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റിന് വേണ്ടിയിട്ടൊരു വീഡിയോ, അതായത് ഞാനിങ്ങനെ സംസാരിക്കണം എന്ന് വിചാരിച്ചല്ല, ഒരു വീഡിയോയുടെ താഴെ പോയിട്ട് ഞാൻ കമൻറ്റ് ചെയ്തിട്ടില്ല. ഇതുവരെ ഞാൻ കമൻറ്റ് ചെയ്തിട്ടില്ല. ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ മേലേക്കും ഇതുവരെ ഞാനൊരു കമൻറ്റ് പോലും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കിത് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരുമാതിരി ത്വര വരുവാണ്. കാരണം അത് അത്രയ്ക്ക് അതിൻ്റെ ഉള്ളിൽ കഷ്ടപ്പെടുന്നുണ്ട്. എന്ത് കണ്ടിട്ടാണ് അതിനെങ്ങനെ ഇട്ട് ദ്രോഹിക്കണമെന്ന് അറിയണല്ലോ. ഇപ്പോൾ ഈ പുറത്ത് പോയവർ തിരിച്ചു വന്നിട്ട് അതിനെന്തിനാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യണമെന്ന് അറിയണല്ലോ. എന്താ പറയുക, അവരുടെ വിചാരം ഇനി അവർക്കെടുത്ത് കപ്പെങ്ങാനും അവരുടെ കയ്യിലെടുത്ത് കൊടുക്കുമോ എന്നെങ്ങാനും അവർക്ക് തോന്നിക്കാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അനു ജയിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ഇത്രയ്ക്കും സർവൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതും ബിഗ് ബോസിൽ ഞാൻ എല്ലാ എപ്പിസോഡ്സും എല്ലാ സീസണിലും കാണാറുണ്ട്. പക്ഷെ ലൈവ് കാണുന്ന ഒരേ ഒരു സീസൺ അത് ബിഗ് ബോസ് 7 തന്നെയാണ്. എന്തായാലും അനുമോൾ ജയിക്കട്ടെ.